പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതായത് ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഏപ്രിൽ മാസം വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ്, അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണം, അതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ അരി. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പ്രതിപക്ഷം ഇത് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക പെർമിഷൻ നേടിയിട്ട് സംസ്ഥാന സർക്കാർ ഇത് വിതരണവും ചെയ്തു. ഇങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ സർക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം ഈസ്റ്റർ, അതോടൊപ്പം തന്നെ വിഷു, ഈ രണ്ട് ആഘോഷ പരിപാടികൾ ഏപ്രിൽ 4, 14 എന്നീ തീയതികളിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി കേരളത്തിലെ എല്ലാ വീടുകളിലും ഈ ഒരു സൗജന്യ കിറ്റ് എത്തിക്കുമെന്ന ഒരു വലിയ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇതിൻ്റെ വിതരണം ആരംഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇതിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട ഒരു വലിയ മോഹന വാഗ്ദാനമായിരുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം വോട്ട് നേടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഗിമ്മിക്കാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 90 ലക്ഷത്തിന് മുകളിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഈ 90 ലക്ഷത്തിൽ 14 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് പോലും, അതായത് റേഷൻ കാർഡ് ഉടമകൾക്ക് പോലും ഇതുവരെ ഏപ്രിൽ മാസത്തിലെ കിറ്റ് വിതരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കിറ്റ് വാങ്ങാൻ വേണ്ടി റേഷൻ കടകളിൽ എത്തുന്ന ആളുകളോട് കിറ്റ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് അവരെ മടക്കി അയക്കുന്നത്. എന്നാൽ എന്നാണ് ഈ കിറ്റ് എത്തുന്നത് എന്ന് പോലും കൃത്യമായി പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഈ വരുന്ന 14-ാം തീയതി വിഷു ആഘോഷം നടക്കുകയാണ്. സർക്കാർ ഏറ്റവും വലിയ കാര്യമായി ഉയർത്തിയ ഒരു കാര്യമാണ് ഏപ്രിൽ 14-ന് മുമ്പ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏപ്രിൽ മാസം വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ് എത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു മിണ്ടാട്ടവുമില്ല എന്ന് മാത്രമല്ല, മാർച്ച് മാസത്തിലെ കിറ്റ് വരെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി, അതൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോയിട്ട് വിതരണം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉത്തരവ് നേടിയത്. എന്നാൽ ഈ ഉത്തരവ് ലഭിച്ചു, അല്പസ്വല്പ വിതരണം ആരംഭിച്ചു എന്ന് മാറ്റി നിർത്തിയാൽ മറ്റുള്ള ജനങ്ങൾക്കൊന്നും ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമായിട്ടില്ല. ഇപ്പോൾ കൊറോണ വീണ്ടും വ്യാപിക്കുന്ന ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ കാണിച്ച ആവേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ ആവേശം ചോർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഏതായാലും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ 15 രൂപ നിരക്കിൽ 10 കിലോഗ്രാം അരി വിതരണം എന്ന് പറഞ്ഞ സ്പെഷ്യൽ അരി വിതരണവും ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്. നാളെ 13, മറ്റന്നാൾ വിഷു 14-ാം തീയതിയാണ്. ഈ ഒരു തീയതിക്കകം കേരളത്തിലെ വീടുകളിലേക്ക് സർക്കാർ പറഞ്ഞ ഏപ്രിൽ മാസത്തിലെ കിറ്റ് ഒരു കാരണവശാലും എത്തില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ സർക്കാർ കാണിക്കുന്ന ഒരു അലംഭാവത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ അധികാരികളുടെ കൺമുന്നിലെത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും, നിങ്ങൾക്ക് ഇതുപോലെ കിറ്റ് വാങ്ങാൻ വേണ്ടി റേഷൻ കടകളിൽ പോകുന്ന സമയത്ത് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി എന്നതിനെക്കുറിച്ചുള്ള കാര്യമൊക്കെ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.